അബ്ദുള്ള കൂടി, ശ്രീ KM A അബ്ദുള്ള, KSTU പ്രതിനിധിയാണ്. ശ്രീ അബ്ദുള്ള, എന്താണ് താങ്കളുടെ അഭിപ്രായം? അതായത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഈ സെൻസസ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട അധ്യാപകരുണ്ടായിരുന്നു, അവർക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല, ആ ജോലിക്ക് പോയി. പിന്നീട് കാലവർഷം, അത് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാനൊന്നും പറ്റില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിശക്തമായ മഴ പെയ്താൽ അവധി നൽകുക എന്നത് മാത്രമാണ് പോംവഴി. അത് തന്നെ പല ജില്ലകളിലും പല രീതിയിലാണ്. എന്തു തന്നെയാണെങ്കിലും ജൂൺ മുതൽ ഈ ഓഗസ്റ്റ് 10 വരെയുള്ള ദിവസങ്ങൾ പരിഗണിച്ചാൽ വളരെ കുറവ് അധ്യയന ദിനങ്ങൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു പരീക്ഷ നടത്തേണ്ടതുണ്ടോ എന്ന സംശയം ചില കോണുകളിൽ നിന്ന് ഉയരുകയാണ്. കേരളത്തിലെ സ്കൂളുകളിൽ ഒന്നാം പാദ വാർഷിക മൂല്യനിർണ്ണയം സാധാരണയായി ഓണാവധിക്ക് മുമ്പ് തന്നെയാണ് നടത്തുന്നത്. സ്വാഭാവികമായും ഈ വർഷം മറ്റു വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സെൻസസ് ഡ്യൂട്ടി ആദ്യമായി അവധിക്കാലത്തല്ലാതെ വന്നു എന്നൊരു കാര്യമുണ്ട്. എന്നാൽ പോലും കേരളത്തിലെ സ്കൂൾ അധ്യാപകർ തങ്ങൾ സെൻസസ് ഡ്യൂട്ടിക്ക് പോയാൽ പോലും അത് മറികടക്കുന്ന രൂപത്തിൽ ക്ലാസുകൾ എടുത്തിട്ടുണ്ട് എന്ന കാര്യം, അതോടൊപ്പം തന്നെ ജൂലൈ 31 വരെയുള്ള പാഠഭാഗങ്ങളാണ് നേരത്തെ തന്നെ പരീക്ഷയ്ക്ക് വേണ്ട മൂല്യനിർണ്ണയ ടൂളുകൾക്കായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്നുമാണ് ബന്ധപ്പെട്ട പരീക്ഷയുമായി നടത്തിയുമായി ബന്ധപ്പെട്ട ചുമതലയുള്ള സംസ്ഥാന പ്രോഗ്രാം ഓഫീസർ അറിയിച്ചത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചത് അങ്ങനെയല്ലല്ലോ. അതായത് ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചോദ്യപേപ്പറിൽ വരുന്ന ഭാഗങ്ങൾ കവർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നതിൽ സംശയമാണ്. ശ്രീ ഷാഫി, താങ്കൾ അങ്ങനെയല്ലേ നേരത്തെ സംസാരിച്ചത്? അതെ 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 ഞാൻ ഉദ്ദേശിച്ചതല്ല. ഷാഫി ഉദ്ദേശിച്ചത് ഇതിങ്ങനെ നിർദ്ദേശം ഇനി തിരുത്താൻ കഴിയില്ല, തിരുത്തതിന് മുമ്പ് തന്നെ സെൻസസ് വരുന്ന കാര്യം നമുക്ക് ജൂൺ മാസത്തിൽ തന്നെ അറിയാമായിരുന്നു, അല്ലെങ്കിൽ നേരത്തെ തന്നെ അറിയാമായിരുന്നു. അപ്പൊ അത് ഉദ്ദേശിച്ച് നേരത്തെ തന്നെ ഈ കാര്യം പറഞ്ഞപ്പോ അതുമായി ബന്ധപ്പെട്ട് ജൂലൈ 31 വരെ പരമാവധി ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്നും ഇതുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് അറിയിച്ചത്. മാത്രമല്ല, സെക്കൻഡ് ടേമിലേക്ക് കൂടി ഈ പരീക്ഷ കടക്കുന്നതോടി ഫലത്തില് സെക്കൻഡ് ടേമിൽ അല്ലെങ്കിൽ തന്നെ ഈ മേള പോലുള്ള കാര്യങ്ങൾ വരികയാണ്. ഫലത്തിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനേ ഇടവരുത്തു എന്നുള്ളതും സാധാരണഗതിയിൽ മുമ്പ് നമുക്കറിയാം. MA ബേബി മന്ത്രിയായിരുന്ന കാലത്ത് ഒരു ടേമിൽ എക്സാമിന് നടത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ആ രൂപത്തിലല്ല, ഓരോ ടേമിലും പരീക്ഷകൾ നടക്കട്ടെ എന്ന കാഴ്ചപ്പാടിൽ നിശ്ചയ സമയത്ത് പരീക്ഷ നടക്കുമ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന അധ്യാപക സംഘടന നിരക്ക് അതിനെ സപ്പോർട്ട് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഈ സംബന്ധിച്ച് QIP മോണിറ്ററിംഗ് കമ്മിറ്റി ചേർന്നപ്പോൾ എന്റെ സുഹൃത്ത് ഷാഫി ഉൾപ്പെടെയുള്ള ആളുകൾ, പ്രധാനപ്പെട്ട സംഘടനാ നേതാക്കൾ ഒന്നും തന്നെ ഈ ടേമിൽ നിന്ന് പരീക്ഷ മാറ്റാൻ, ഈ ടേമിലെ പരീക്ഷ ഓണാവധിക്ക് ശേഷമാക്കാൻ ആവശ്യപ്പെടാതിരുന്നു. അതുകൊണ്ടുകൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തില് സമ്മർദ്ദം അല്ലെങ്കിൽ കുട്ടികളുടെ സമ്മർദ്ദം ഉണ്ടാക്കാൻ മാത്രമേ നമ്മൾ ഇത്തരം ചർച്ച നടത്തേണ്ടത് ഉപകരിക്കുന്ന അഭിപ്രായമാണല്ലോ. തീർച്ചയായിട്ടും കുട്ടികൾ റിലാക്സ് ആയിക്കൊണ്ട് തന്നെ ഓണാവധിക്ക് മുമ്പ് പരീക്ഷ എഴുതുകയും വളരെ ആശ്വാസത്തോടു കൂടി ഓണാവധിക്ക് ശേഷം സ്കൂളിലെത്താൻ സാധിക്കുകയും ചെയ്യും എന്നാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ KSTUവിന്റെ അഭിപ്രായം. ശരി, ഇപ്പോൾ KPSTA കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.